ശിവരാത്രി മാഘമാസത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ദേവന്മാരും അസുരന്മാരും ചേർന്ന് അമൃതിനു വേണ്ടി പാലാഴി കഴിഞ്ഞപ്പോൾ വസുകി സർപ്പത്തിൽ നിന്നും പുറത്തോട്ട് വന്ന കാളകുടവിഷം ലോകനന്മയ്ക്ക് വേണ്ടി മഹാദേവൻ കുടിച്ചു. ആ വിഷം ഭഗവാനെ ബാധിക്കാതിരിക്കാൻ ഭഗവാന്റെ കണ്ഠം പൊത്തിപ്പിടിച്ച് പാർവതി ദേവിയും ഉറക്കമൊഴിച്ച് മറ്റെല്ലാ ദേവകളും പ്രാർത്ഥിച്ചു എന്നാണ് ഐതിഹ്യം. അതിന്റെ സ്മരണയ്ക്കാണ് ശിവരാത്രി ദിവസം ഭക്തജനങ്ങൾ ഉറക്കമൊളിച്ചിരുന്ന് ശിവസ്തുതി ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. ശിവരാത്രി ദിവസം ശിവാലയ ക്ഷേത്രങ്ങളിൽ 4 യാമപൂജകൾ ഉണ്ടായിരിക്കും. ഈ 4 പൂജകളും വ്രതം അനുഷ്ഠിച്ച് തൊഴുത് പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യവും നന്മയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ശിവരാത്രി ദിവസം ആദ്യം യാമപൂജ വൈകുന്നേരം 6:30 ആ സമയം ബ്രഹ്മാവ് ശിവനെ പൂജിക്കുമെന്നാണ് വിശ്വാസം. രാത്രി 9:30 രണ്ടാമത്തെ യാമപൂജയിൽ വിഷ്ണു ഭഗവാൻ ശിവനെ പൂജിക്കുന്നു. അർദ്ധരാത്രി 12:30 മൂന്നാമത്തെ യാമപൂജയിൽ ദേവി ശിവനെ പൂജിക്കുന്നതായും രാവിലെ 3 മണിക്കുള്ള 4-ാം യാമപൂജയിൽ ദേവന്മാർ മഹർഷിമാർ എല്ലാവരും ഭഗവാനെ പൂജിക്കുന്നു. ഈ പൂജകളിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചാൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. വ്രതശുദ്ധിയോടെ പരകോടിയിൽ നിൽക്കുന്നതിലാണ് ശിവരാത്രി മറ്റു ഉത്സവങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി തോന്നുന്നത്. ഹൈന്ദവരുടെ പ്രധാന ആഘോഷങ്ങളിൽ നിന്ന് ഒന്നാണ് മഹാശിവരാത്രി. കുംഭമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ 13-ാം രാത്രിയും 14-ാം പകലുമാണ് ശിവരാത്രിയായി ആഘോഷിക്കുന്നത്. ചതുർദശി ദിവസമാണ് ശിവരാത്രി. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമമായി പാലിക്കുന്നവരാണ് ശിവരാത്രി വ്രതം എടുക്കുക. കൂവളത്തിന്റെ ഇലകൾ ശിവന് സമർപ്പിക്കുന്നതും ഉപവാസം അനുഷ്ഠിച്ച് ഉറക്കം വിളിക്കുന്നതും വ്രതമെടുത്ത് താഴെ എടുക്കുന്നതും ശിവരാത്രിയുടെ പ്രധാന ആചാരങ്ങളാണ്. വ്രതാനുഷ്ഠാനം എന്താന്ന് വെച്ചാൽ തലേന്ന് ഒരിക്കലോടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃശിവായ ജപിച്ച് ഭസ്മധാരണ നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിന് സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ ഒക്കെ കഴിക്കാം. അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദാനം, അതായത് അന്നദാനം, അതൊക്കെ ഉത്തമമാണ്. ഭഗവാന്റെ പ്രിയ വ്യക്തമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ്. രാത്രി പൂർണ്ണമായി ഉറക്കമൊളിച്ച് വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിലെ തീർത്ഥം സേവിച്ച് പാരണ വീടാം. ശിവരാത്രി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ: അന്നേ ദിവസം കഴിയാവുന്ന അത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം ഓം നമഃശിവായ ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ശിവാക്ഷര സ്തോത്രം, ബില്ലാഷ്ടകം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക. കൂവളത്തിന്റെ മാല സമർപ്പണമാണ് ഏറ്റവും പ്രാധാന്യം. ശിവരാത്രിയുടെ അന്നും തലേന്നും പ്രദോഷത്തിന്റെ അന്നും കൂവളത്തിന്റെ ഇല പറിക്കരുത്. മുന്നേ പറിച്ചു വെച്ച് വെള്ളം തളിച്ച ശേഷം ഭഗവാന് സമർപ്പിക്കണം. കൂവളത്തിലെ വാടിയാലും ഭഗവാന് സമർപ്പിക്കാം, അതൊന്നും പ്രശ്നമല്ല. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതീവ വിശിഷ്ടമാണ്. നമുക്ക് ഭഗവാന് പിൻവിളക്ക്, ജലധാര, മറ്റു വഴിപാടുകൾ എന്നിവ യഥാശക്തി നടത്തുന്നതും ശ്രേഷ്ഠകരമാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ദാമ്പത്യ ദുരിത ദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്ത അർച്ചനയോ നടത്താം. വിവാഹ തടസ്സങ്ങൾ മാറാൻ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നതും നല്ലതാണ്. പുരുഷന്മാർ ശയനപ്രദക്ഷിണം നടത്തുന്നത് നല്ലതാണ്. സ്ത്രീകൾ അടിവെച്ചുള്ള പ്രദക്ഷിണം നടത്തുന്നതും നല്ലതാണ്. അങ്ങനെ ഫെബ്രുവരി 26 ബുധനാഴ്ച എല്ലാവരും ശിവരാത്രി വ്രതം അതിന്റെ ചിട്ടയോടുകൂടി അനുഷ്ഠിക്കുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.